ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ മുഖവരിൽ നിന്നും ചുങ്കക്കാരിൽ നിന്നുമൊക്കെ കർത്താവ് തനിക്ക് വേണ്ടിയവരെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നല്ല, കർത്താവ് എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ എന്തിനു വേണ്ടിയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് എന്നുകൂടി നാം അറിഞ്ഞിരിക്കണം. ദൈവജനത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് നമ്മളെ തിരഞ്ഞെടുത്തതിന്. പാപികളായിരുന്ന നമ്മളെ നീതീകരിച്ച് ദൈവമക്കളാക്കി മാറ്റിയതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, അവനു വേണ്ടി ആത്മാക്കളെ നേടുക എന്നതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഥമമായ ലക്ഷ്യമെന്ന് പറയും. അപ്പോൾ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാക്കളെ നേടുന്നവരായി മാറണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കുമെന്നാണ് പറയുന്നത്. അതായത് ദൈവസന്നിധിയിൽ നാം നിലകൊള്ളാനാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്. വിശ്വസ്തതയോടെ നിലകൊള്ളണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തോളം നാം ഉയരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിനാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മെ അവൻ്റെ സ്വന്തമാക്കാനായിരുന്നു അവൻ നമ്മെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മളെ തിരഞ്ഞെടുത്തു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. ദൈവസന്നിധിയിൽ നാം എപ്പോഴും അവനെ പോലെ വിശുദ്ധിയോടെ നിലകൊള്ളാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. എന്നാൽ പലപ്പോഴും നമ്മുടെ വിശുദ്ധിക്ക് കളങ്കം വരുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. ഞാൻ ഒരു പടി കൂടി മുന്നോട്ട് കയറി പറയട്ടെ, വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, വേർപാടുള്ളവരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കാരണം ദൈവം തന്നോട് കൂടെ വസിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ അവൻ്റെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയും വേർപാടും ഇല്ലാത്ത ക്രിസ്തീയ ജീവിതം അർത്ഥശൂന്യമാണ് എന്ന് തിരിച്ചറിയണം. വാത്സല്യ ദൈവകുഞ്ഞെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വിശുദ്ധിക്കും വേർപാടിനും നീ പ്രഥമ സ്ഥാനം കൊടുത്ത് ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ തയ്യാറാകണം. വിശുദ്ധിക്ക് വിഘാതമുണ്ടാക്കുന്നത് ഒന്നും നിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അതിനെ കർത്താവ് ഒരിക്കലും അംഗീകരിക്കുന്നതല്ല എന്ന് തിരിച്ചറിയണം. ആയതിനാൽ നമ്മെ തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്ത കർത്താവ്, ആ കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എവിടേക്കെയോ അകന്നുപോയെങ്കിൽ, എവിടേക്കെയോ തെറ്റിപ്പോയെങ്കിൽ ഈ പ്രഭാതത്തിൽ മടങ്ങി വരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്കും ദൈവം ആഗ്രഹിക്കുന്ന വേർപാടിലേക്കും
മടങ്ങി വരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്കും ദൈവം ആഗ്രഹിക്കുന്ന വേർപാടിലേക്കും മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനാൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്കായൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ആവശ്യഭാരത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവജനത്തിന് സ്വർഗം ഒരു വഴി അവിടുന്ന് തുറക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുത്തതല്ല, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ് എന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചെങ്കിൽ ഞങ്ങൾ ഫലം കായ്ക്കേണ്ടതിന്, സ്വന്തം ജനമായിരിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ വസിക്കേണ്ടതിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണെങ്കിൽ കർത്താവെ, ആ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ.